കഴിഞ്ഞ ദിവസം US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയുണ്ടായി. പിന്നാലെ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ രംഗത്തെത്തിയതോടെയാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾ ഉടലെടുത്തത്. G7 ഉച്ചകോടിക്കിടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങളും ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും സംബന്ധിച്ച ആശങ്കകൾ പ്രധാനമന്ത്രി ട്രംപിനെ നേരിട്ട് അറിയിച്ചുവെന്നാണ് വിഷയത്തിൽ ശശി തരൂർ പ്രതികരിച്ചത്. മാത്രമല്ല, യുദ്ധ സാഹചര്യങ്ങളിൽ വാണിജ്യ കപ്പലുകളിലെ സാധാരണക്കാരായ നാവികരെ ലക്ഷ്യമിടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇക്കാര്യം ഇന്ത്യ വ്യക്തമായി അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടെന്നും ശശി തരൂർ വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് വ്യത്യസ്തമായിരുന്നു. പ്രധാനമന്ത്രി ശക്തമായി പ്രതികരിച്ചില്ലെന്നാണ് രാഹുൽ ഗാന്ധി അടക്കം വിമർശനം ഉന്നയിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പശ്ചാത്താപമോ ക്ഷമാപണമോ ഉണ്ടായില്ലെന്നും എന്നിട്ടും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ഒരു വേലക്കാരനെ പോലെ മൗനം പാലിച്ച് എല്ലാം അനുസരിക്കുകയാണെന്നും വിട്ടുവീഴ്ച ചെയ്ത പ്രധാനമന്ത്രി രാജ്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കില്ലെന്നും രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷമായി തന്നെ തുറന്നടിക്കുകയായിരുന്നു. ശശി തരൂരുമായി രാഹുൽ ഗാന്ധിയെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് BJP നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു. ദേശീയ താൽപര്യങ്ങൾ വരുമ്പോൾ പ്രധാനമന്ത്രി മോദിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ നിർബന്ധിതരാകുന്നുവെന്നും എന്നാൽ രാഹുൽ ഗാന്ധി എപ്പോഴും ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായാണ് സംസാരിക്കുന്നതെന്നുമാണ് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആരോപിച്ചത്. മാത്രമല്ല, വിദേശ നയങ്ങളിൽ പ്രതിപക്ഷം കാണിക്കേണ്ട രാഷ്ട്രീയ പക്വത ശശി തരൂരിനുണ്ടെന്നും എന്നാൽ രാഹുൽ ഗാന്ധി രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും BJP നേതാക്കൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം പാർട്ടിയിലെ നേതാവിൽ നിന്ന് തന്നെ രാഹുൽ പക്വത പഠിക്കണമെന്നും BJP നേതാക്കൾ പരിഹസിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതിച്ഛായയാണ് വീണുടയുന്നതെന്ന കാര്യം രാഹുൽ ഗാന്ധി അടക്കം മറന്നു പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം അമൂൽ ബേബി, പക്വതയില്ലാത്ത നേതാവ് എന്നീ വിശേഷണങ്ങൾ പണ്ടേ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ നേതാക്കൾ ചാർത്തിക്കൊടുത്തതാണ്. എന്നാൽ ഈ വിശേഷണങ്ങളിൽ കഴമ്പുണ്ടെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ എന്നാണ് വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിമർശിക്കുന്നത്. സ്വന്തം മുന്നണിയിൽ പോലും രാഷ്ട്രീയമായി വിഭജനം സൂക്ഷിക്കുന്ന ഒരു നേതാവെന്ന പഴികളും അടുത്തിടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്നതുമാണ്. എന്തായാലും ഒരു വശത്ത് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ, മറുവശത്ത് ശശി തരൂരിന്റെ പിന്തുണയുള്ള വിലയിരുത്തൽ. ഇതോടെ രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മ മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും വീണ്ടും ചർച്ചയാവുകയാണ്. ദേശീയ താൽപര്യങ്ങളുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ ശരിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോഴും പലരും ഉയർത്തുന്നതും. അതേസമയം ശശി തരൂരിന്റെ വാക്കുകൾ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ സമീപനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി അറിയാൻ ബാക്കിയുള്ളത് എത്ര നാൾ ഈ ഭിന്നതയും പക്വതയില്ലായ്മയുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുമെന്നതാണ്.